നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ അലീന ബി ജോൺ, CSI ഓസി ചർച്ച് കളമശ്ശേരിയിലെ സഭാംഗമാണ്. ജേർണി ത്രൂ സാംസന്റെ 119 ദിവസത്തിലേക്ക് ഏവർക്കും എന്റെ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 71 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 71 സങ്കീർത്തനം ഒരു വൃദ്ധന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ ദാവീദിന്റെ ആകുലതകളും വ്യാകുലതകളും നാം കാണുന്നു. 10 വാക്യത്തിൽ എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു, എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു എന്ന് വായിക്കുന്നു. ഇവിടെ ശത്രുഭയം ദാവീദിനെ പിടികൂടിയിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. 11 വാക്യത്തിൽ ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ഓ കൈപ്പേറിയ പരിഹാസം! നരകത്തിന്റെ ആവനാഴിയിൽ ഇതിലും കൈപ്പേറിയ അമ്പുകളില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെ ഈ കഠിന ശോധനയിലൂടെ കടന്നുപോയി. കാൽവരി ക്രൂശിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ദൈവത്താൽ കൈവിടപ്പെട്ടവനായി. അങ്ങനെയെങ്കിൽ അവന്റെ ശിഷ്യന്മാർ അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല. ദൈവം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ഒരു പക്ഷേ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖകരമായ അനുഭവമായേക്കാം. എന്നാൽ ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കള്ളമാണ്. ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. 14 വാക്യത്തിൽ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. എനിക്കുള്ളതിൽ എനിക്ക് സന്തോഷിക്കാനും പ്രത്യാശിക്കാനും കഴിയണം. അങ്ങനെ കഴിയാതെ വരുമ്പോൾ എന്റേതെന്ന് കരുതുവാനും അതിൽ സന്തോഷിക്കുവാനും കഴിയുന്ന ഒന്നിനായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. 15 വാക്യത്തിൽ അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ദാവീദ് പറയുന്നു. ദൈവിക നന്മകളെ എണ്ണുന്നതിൽ അല്പമൊക്കെ വിജയിച്ചുവെങ്കിലും തന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ചു. എണ്ണിക്കൂടാതുള്ള നന്മകളാണ് ദൈവം നമുക്ക് നൽകുന്നത്. തന്റെ അപര്യാപ്തതയും മിഥ്യാബോധവും ദാവീദിന് മനസ്സിലായി. സമയം കൊണ്ടോ സ്ഥലപരിമിതി കൊണ്ടോ ഒന്നും ദൈവിക രക്ഷയുടെ വലിപ്പവും ബഹുത്വവും മൂല്യവും അളക്കാനാവില്ല എന്ന് ദാവീദിന് ബോധ്യപ്പെട്ടു. 17 വാക്യത്തിൽ ദൈവമേ, എന്റെ ബാല്യം മുതലേ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതെ, ബാല്യം മുതൽ ദൈവവചനമാകുന്ന ഉപദേശത്തിലൂടെ വളർത്തേണ്ടത് ആവശ്യമാണ്. യൗവനത്തിലെ ജ്ഞാനം അമിതമായ ആസക്തികളാലും പരീക്ഷണങ്ങളാലും ഞെരുങ്ങുന്നു. കഠിന പ്രയത്നത്താലും ശരിയായ ജീവിത ചര്യകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമേ ശത്രുവാകുന്ന സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദുഷ്ടൻ ചാണകക്കൂനയിലെ കള പോലെയാണ്, എന്നാൽ ഭക്തനോ ദൈവത്തിന്റെ ഉദ്യാനത്തിലെ ചെടികൾ പോലെയാണ്. റോമർ 14:7 അന്ത്രോനിക്കോസും യുനിയാവും പൗലോസിന് മുമ്പേ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ ശ്ലാഘിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. മറ്റുള്ളവരെക്കാൾ മുമ്പേ ക്രിസ്തുവിൽ ആകുന്നത് പ്രശംസനീയമാണ്. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവിക വഴികളിൽ നടക്കുന്നതും നമ്മുടെ യുവത്വം മുഴുവനും ദൈവത്തിനായി പ്രയോജനപ്പെടുത്തുന്നതും ദൈവത്തിന് ഹിതകരമാകുന്നു. ദാവീദ് 17 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിച്ചുമിരിക്കുന്നു. വിശ്വാസികളായ ഓരോരുത്തരുടെയും ദൗത്യമാണ് വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അത്ഭുതങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്. ദാനമായി ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന, അനേകരെ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുന്ന നന്മയുള്ള ദൈവമക്കളായി ജീവിക്കുവാനും വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാനും ഒടുക്കത്തെ നാളിൽ നിത്യജീവന്റെ അവകാശികളായി തീരുവാനും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.